6th chapter General Principles and Processes of Isolation of Elements തുടരുകയാണ്. ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ, ഇരുമ്പ് വേർതിരിക്കൽ. അയൺ അതിൻ്റെ ഓറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യൽ ബ്ലാസ്റ്റ് ഫർണസിലാണ് ചെയ്യാറ്. ബ്ലാസ്റ്റ് ഫർണസ് അതിൻ്റെ ചെറിയ രൂപമാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ കാണുന്നത് അയൺ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയുടെ രൂപമാണ്. ഇതിൻ്റെ ഉള്ളിൽ ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ട്. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസിലാണ് അയൺ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ അയൺ എക്സ്ട്രാക്ഷനിൽ യൂസ് ചെയ്യുന്ന ഓഴ്സ് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഓഴ്സ്, അയണിൻ്റെ പ്രധാനപ്പെട്ട ഓഴ്സ് ഏതൊക്കെയാണ്? ഹാമറ്റൈറ്റ് Fe2O3. അയണിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓറാണ് ഹാമറ്റൈറ്റ് Fe2O3. അതുപോലെ മാഗ്നറ്റൈറ്റ് Fe3O4 മാഗ്നറ്റൈറ്റ്. സിഡറൈറ്റ് FeCO3. അയൺ പൈറൈറ്റ്സ് FeS2. ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യാറ് ഹാമറ്റൈറ്റ് ആൻഡ് മാഗ്നറ്റൈറ്റ്. ഹാമറ്റൈറ്റ് Fe2O3, മാഗ്നറ്റൈറ്റ് Fe3O4. ഓക്കെ, ഓറിനെ എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക? മെയിനായിട്ട് യൂസ് ചെയ്യുക ഓക്സൈഡ് ഓറുകളാണെന്ന് പറഞ്ഞു. ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ആണ്. ഓക്സൈഡ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഹൈഡ്രോളിക് വാഷിംഗ് ഈസ് യൂസ്ഡ്. ഓക്കെ, ഹൈഡ്രോളിക് വാഷിംഗ്, വെള്ളം കൊണ്ട് ജലപ്രവാഹത്തിൽ കഴുകൽ ഹൈഡ്രോളിക് വാഷിംഗ്. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ ഓക്സൈഡ് ഓറാക്കി മാറ്റണം. ഇത് ഓൾറെഡി എന്ത് തന്നെയാണ്? ഓക്സൈഡാണ്. അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്താൽ മതി? കാൽസിനേഷൻ ചെയ്താൽ മതി. കാൽസിനേഷൻ, ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, അതാണ് കാൽസിനേഷൻ. ഓൾറെഡി ഓക്സൈഡ് ആയ കാരണം കൊണ്ട് ഈ കാൽസിനേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഓക്സൈഡ് ഓറിൻ്റെ കൂടെ ചില ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അത് നമ്മൾ കാൽസിനേഷൻ ചെയ്യുന്ന സമയത്ത് ഗ്യാസായിട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പോലത്തെ ഗ്യാസുകളായിട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസുകളായിട്ട് എസ്കേപ്പ് ചെയ്ത് പോകും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് കാൽസിനേഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിഡക്ഷൻ നടത്തണം. ഈ Fe2O3 അല്ലെങ്കിൽ Fe3O4 റിഡക്ഷൻ നടത്തണം. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനെ റിമൂവ് ചെയ്യൽ, ഓക്സിജനെ നീക്കം ചെയ്യൽ. നമുക്കറിയാം, ഇതിൽ നിന്ന് ഓക്സിജൻ പോയി കഴിഞ്ഞാൽ Fe കിട്ടും. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജന്റാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ ഉപയോഗിച്ചുകൊണ്ട് റിഡക്ഷൻ നടത്താം, കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചുകൊണ്ടും റിഡക്ഷൻ നടത്താം. എന്നാൽ ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ഈസ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഈസ് ദ ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്. ഓക്കെ, ഇതാണ് ബ്ലാസ്റ്റ് ഫർണസിന്റെ രൂപം. ഇതിൽ നോക്കൂ, മുകളിൽ നിന്ന് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്? ഓറ്, ഹാമറ്റൈറ്റ് ഓർ മാഗ്നറ്റൈറ്റ് ഓറ്, പിന്നെ ലൈംസ്റ്റോൺ ചുണ്ണാമ്പ് കല്ല് CaCO3 ലൈംസ്റ്റോൺ, ആൻഡ് കോക്ക് കാർബൺ. ഈ 3 സാധനങ്ങളാണ് മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്നത്, ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ ഉള്ളിലേക്ക് ഇടുന്നത്. ഓക്കെ, ഇതിന്റെ താഴെ നിന്ന് ഹോട്ട് എയർ ബ്ലാസ്റ്റ് ചെയ്യാണ്. ഹോട്ട് എയർ, ബ്ലാസ്റ്റ് ഓഫ് എയർ ആൻഡ് ഓക്സിജൻ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കടത്തിവിടുന്നു. നല്ല ചൂടുള്ള വായു ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. അങ്ങനെ കടത്തിവിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പല റിയാക്ഷൻസ് നടക്കും. ഒരുപാട് റിയാക്ഷൻസ് നടന്ന ശേഷം അവസാനം നമുക്ക് മോൾട്ടൺ അയൺ കിട്ടും, ഉരുകിയ അയൺ കിട്ടും. ഓക്കെ, അതിനെ പിഗ് അയൺ എന്താ പറയുക? പിഗ് അയൺ. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന ഇംപ്യൂർ അയണിന് പറയുന്ന പേരാണ്, ശുദ്ധമല്ലാത്ത അയൺ ഇരുമ്പിന് പറയുന്ന പേരാണ് പിഗ് അയൺ. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണ്, അതാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഏതൊക്കെയാണ്? അതിലെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്? ഹാമറ്റൈറ്റ്, ലൈംസ്റ്റോൺ ആൻഡ് കോക്ക്. These are raw materials used in the blast furnace in the extraction of iron. അയണിന്റെ എക്സ്ട്രാക്ഷനിൽ ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ ചേർക്കുന്ന റോ മെറ്റീരിയൽസ് ആണ് ഹാമറ്റൈറ്റ്, ലൈംസ്റ്റോൺ, കോക്ക്. റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ. ഓക്കെ, അപ്പൊ അത് 3 റോ മെറ്റീരിയൽസ്, ഹാമറ്റൈറ്റ്, ലൈംസ്റ്റോൺ ആൻഡ് കോക്ക്. ഇനി എന്താണ് ചെയ്യുന്നത്? അടിയിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത്? ദ എബവ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രം ദ ടോപ്പ്, അതായത് ഈ 3 മുകളിൽ നിന്ന് താഴോട്ടിടും. ആൻഡ് ബ്ലാസ്റ്റ് ഓഫ് ഹോട്ട് എയർ ഈസ് പാസ് ഫ്രം ബോട്ടം ഓഫ് ദ ഫർണസ്. അടിയിൽ നിന്ന് നല്ല ചൂടുള്ള വായു കടത്തിവിടും, ഹോട്ട് എയർ. ഓക്കെ, ചൂടുള്ള വായു. ഇനി അതിനുള്ളിൽ കുറെ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് റിയാക്ഷൻസ്? ആദ്യം കോക്ക് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ, ഫോംസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫസ്റ്റ്, ആൻഡ് ദെൻ കാർബൺ മോണോക്സൈഡ്. അതായത് കോക്ക് ആരുമായി കമ്പൈൻ ചെയ്യുന്നു? ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു,
പിന്നെ എന്തായി മാറുന്നു? ആ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറുന്നു. ഇതാണ് അവിടെ റിയാക്ഷൻ. 2C + O2 gives 2CO. ഒറ്റടിക്ക് എഴുതിയതാണ് ഈ കാണുന്നത്. 2C + O2 gives 2CO. ഓക്കെ, ഇനി കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. ഈ കാർബൺ മോണോക്സൈഡ് ഈസ് ദ റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. കാർബൺ മോണോക്സൈഡ് ഈസ് ദ റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. ഇനി പറയാൻ പോകുന്നത് ആ റിഡക്ഷൻ റിയാക്ഷൻ എന്താണ്? Fe2O3 + 3CO. Fe2O3 ഹാബറ്റേറ്റ് 3CO. ഇവിടെ 3 ഓക്സിജനുള്ള ഈ Fe2O3 3 ഓക്സിജനുള്ള കാരണം കൊണ്ടാണ് 3 കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്തത്. കാരണം ഒരു കാർബൺ മോണോക്സൈഡ് ഒരു ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ 3 ഓക്സിജൻ റിമൂവ് ചെയ്യണമെങ്കിൽ 3 കാർബൺ മോണോക്സൈഡ് വേണം. അങ്ങനെ 3 കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറി. ബാക്കി ഇതിൽ എന്താ കാണുന്നത്? Fe2 അല്ലേ? Fe2 എന്ന് എഴുതാൻ പാടില്ല, 2Fe എന്ന് എഴുതാൻ പാടുള്ളൂ. 2Fe. കാരണം എല്ലാ മെറ്റൽസും മോണോ അറ്റോമിക് ആണ്. Fe മോണോ അറ്റോമിക് ആണ്. പക്ഷെ ഇവിടെ 2 എണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് 2Fe എന്ന് എഴുതിയത്. ഓക്കെ, അതാണ് റിഡക്ഷൻ റിയാക്ഷൻ. ഇനി പറയാൻ പോകുന്നത് എന്താണ് ലൈംസ്റ്റോണിന്റെ പണി? എന്തിനാണ് നമ്മൾ ലൈംസ്റ്റോൺ ചേർത്തത്? ലൈംസ്റ്റോൺ ഡികമ്പോസസ് ടു ഗിവ് കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് CaCO3 ഗിവ്സ് CaO + CO2. അതാണ് റിയാക്ഷൻ. നമുക്ക് വേണ്ടത് കാൽഷ്യം ഓക്സൈഡ് ആണ്, CaO. കാൽഷ്യം ഓക്സൈഡ് ഈസ് ദ ഫ്ലക്സ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. അപ്പോൾ ഈ കാൽഷ്യം ഓക്സൈഡ് എന്ന ഫ്ലക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൈംസ്റ്റോൺ ഹീറ്റ് ചെയ്തത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ലൈംസ്റ്റോൺ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ ഫ്ലക്സ്? ഇമ്പ്യൂരിറ്റീസിന് ഗാങ് എന്നാണ് പറയുക. ഇമ്പ്യൂരിറ്റീസിന് എന്താ പറയുക? ഗാങ്. ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ ചേർക്കുന്ന സബ്സ്റ്റൻസുകളെ ഫ്ലക്സ് എന്ന് പറയും. മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടി ചേർക്കുന്ന പദാർത്ഥങ്ങളെ ഫ്ലക്സ് എന്ന് പറയുന്നു. ഈ ഫ്ലക്സും ഗാങ്ങും കൂടി റിയാക്ട് ചെയ്താൽ സ്ലാഗ് ആയിട്ട് മാറും. ഫ്ലക്സ് പ്ലസ് ഗാങ് ഗീവ്സ് സ്ലാഗ്. ഓക്കെ, അങ്ങനെ ഈ ലൈംസ്റ്റോണിന്റെ ലൈംസ്റ്റോൺ അല്ല, ഹാബറ്റേറ്റിന്റെ കൂടെയുള്ള, അതായത് ഓറിന്റെ കൂടെയുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനാണ് എന്ത് ചേർക്കുന്നത്? ലൈംസ്റ്റോൺ ചേർക്കുന്നത്. അതിന്റെ റിയാക്ഷൻസ് നോക്കാം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? CaO + Si, അതായത് ലൈംസ്റ്റോൺ CaCO3 അത് ഡികമ്പോസ് ചെയ്താൽ CaO + CO2. നമുക്ക് വേണ്ടത് CaO കാൽഷ്യം ഓക്സൈഡ്. അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ഓറിന്റെ കൂടെയുള്ള SiO2 മണല് SiO2നെ എന്താക്കി മാറ്റുന്നു? CaSiO3 ആക്കി മാറ്റുന്നു. ഇവിടെ CaO ഫ്ലക്സ് ആണ്, SiO2 ഗാങ് ആണ്, CaSiO3 സ്ലാഗ് ആണ്. ഇതാണ് സ്ലാഗ് ഫോർമേഷൻ റിയാക്ഷൻ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു റിയാക്ഷൻ ഇതാ പറയാം. സ്ലാഗ് ഫോർമേഷൻ റിയാക്ഷൻ എന്താണ്? ബ്ലാസ്റ്റ് ഫർണസിലെ CaO + SiO2 ഗിവ്സ് CaSiO3. ഇതിൽ ഫ്ലക്സ് ആണ് കാൽഷ്യം ഓക്സൈഡ്. ബ്ലാസ്റ്റ് ഫർണസിലെ ഫ്ലക്സ് ഏത്? കാൽഷ്യം ഓക്സൈഡ്. അത് എവിടുന്നാണ് കിട്ടുക? ലൈംസ്റ്റോൺ ഹീറ്റ് ചെയ്താൽ. ഓക്കെ, ഗാങ് ഏതാണ്? SiO2. ഈ ഫ്ലക്സും ഗാങ് കൂടി റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന സ്ലാഗ് ആണ് ഇവിടെ CaSiO3. ഈ Caയും ഈ Siയും 3 ഓക്സിജൻ, 1, 2, 3 ഓക്സിജൻ, CaSiO3. ഓക്കെ, സ്ലാഗ്. അങ്ങനെ ദ മോൾട്ടൺ അയൺ ഒബ്റ്റൈൻഡ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. ഇവിടെ അയൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ 4% കാർബൺ, അതായത് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയണിൽ 4% കാർബൺ ഉണ്ടായിരിക്കും. പിന്നെ വേറെ ചില ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. ഏതുപോലെയുള്ള സൾഫർ, സിലിക്കൺ, ഫോസ്ഫറസ്, മാംഗനീസ് എക്സെട്ര. ഇങ്ങനെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന ഇംപ്യൂർ ഫോം ഓഫ് അയൺ ഈസ് കോൾഡ് പിഗ് അയൺ. അതായത് അശുദ്ധമായ ഇരുമ്പ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അശുദ്ധമായ ഇരുമ്പിന് പറയുന്ന പേരാണ് പിഗ് അയൺ. ഓക്കെ, ദ മോൾട്ടൺ അയൺ ഫോംഡ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ് കണ്ടെയ്ൻസ് 4% കാർബൺ ആൻഡ് സം ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സൾഫർ, സിലിക്കൺ, ഫോസ്ഫറസ്, മാംഗനീസ് എക്സെട്ര. ദിസ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ ഈസ് കോൾഡ് പിഗ് അയൺ. ഓക്കെ, പിഗ് അയൺ എന്താന്ന് പറഞ്ഞു? ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിട്ടുള്ള അയണാണ് എന്ത്? പിഗ് അയൺ. അതിൽ 4% കാർബൺ, പിന്നെ ചില ഇമ്പ്യൂരിറ്റീസ് സൾഫർ, മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ് എക്സെട്ര. ഓക്കെ, ഇനി കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ ഈസ് ഡിഫറെന്റ് ഫ്രം പിഗ് അയൺ ആൻഡ് ഈസ് മെയ്ഡ് ബൈ മെൽറ്റിംഗ് പിഗ് അയൺ വിത്ത് സ്ക്രാപ്പ് അയൺ ആൻഡ് കോക്ക് യൂസിങ് ഹോട്ട് എയർ ബ്ലാസ്റ്റ്. കാസ്റ്റ് അയണും പിഗ് അയണും ഡിഫറെന്റ് ആണ്. പിഗ് അയണിൽ 4% കാർബൺ ആണ്, എന്നാൽ കാസ്റ്റ് അയണിൽ 3% കാർബൺ ആണ്. അതായത് കാർബണിന്റെ എമൗണ്ട് കുറഞ്ഞു. അതെങ്ങനെയാണ് കുറയ്ക്കുന്നത്? ഈ കാസ്റ്റ് അല്ല, പിഗ് അയണിലേക്ക് സ്ക്രാപ്പ് അയണും കോക്കും ചേർത്ത് ഹോട്ട് എയർ വെച്ചിട്ട് ചൂടാക്കുക. ഓക്കെ, അതായത് കാസ്റ്റ് അയണിലേക്ക് എന്ത് ചേർക്കുന്നു?
ഒരു കാസ്റ്റ് അയൺ അല്ല പിഗ് അയണിലേക്ക് സ്ക്രാപ്പ് അയൺ ചേർക്കുക. സ്ക്രാപ്പ് അയൺ പറഞ്ഞ ഇരുമ്പിന്റെ കഷ്ണങ്ങൾ ആൻഡ് കോക്കും ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഹോട്ട് എയർ ബ്ലാസ്റ്റ് ചെയ്യുക, അതിലേക്ക് നല്ല ചൂടുള്ള വായു കടത്തിവിടുക. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായി മാറും, ഈ പിഗ് അയണ് കാസ്റ്റ് അയണായിട്ട് മാറും. കാസ്റ്റ് അയണിൽ എന്ത് കുറവാണ്, കാർബൺ കണ്ടന്റ് കുറവാണ്, എബൌട്ട് 3%. എന്നാൽ ഇതിന്റെ പ്രത്യേകത എക്സ്ട്രീംലി ഹാർഡ് ആൻഡ് ബ്രിറ്റിൽ, ഇത് പൊട്ടുന്നതാണ്, അത് ഹാർഡാണ്, എന്നാൽ പൊട്ടും. ഓക്കെ, അതുകൊണ്ട് ഇതിനെ ഒരു പ്രത്യേക ഷേപ്പിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും അച്ഛനെ കൊഴിച്ചിട്ട്, അല്ലാതെ ഇതിനെ വെൽഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാസ്റ്റ് അയൺ കനോട്ട് ബി വെൽഡഡ്. കാസ്റ്റ് അയണിനെ വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും അച്ഛനൊഴിച്ചിട്ട് ഒരു പ്രത്യേക രൂപത്തിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിഗ് അയൺ, ഇപ്പൊ പറഞ്ഞ കാര്യം പറയാണ്. പിഗ് അയൺ എന്ന് പറഞ്ഞാൽ 4% കാർബൺ. അതിനെന്ത് ചെയ്യുന്നു, സ്ക്രാപ്പ് അയണും കോക്കും വെച്ച് ചൂടാക്കിയാൽ എന്തായി മാറുന്നു, കാസ്റ്റ് അയണായിട്ട് മാറുന്നു. അതിന്റെ പെർസെന്റേജ് എത്ര, കാർബണിന്റെ പെർസെന്റേജ് എത്രയായിരിക്കും, 3% കാർബൺ, ബാക്കിയെല്ലാം അയൺ. ഓക്കെ, നെക്സ്റ്റ് റോട്ട് അയൺ. റോട്ട് അയണാണ് ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ. അയണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് റോട്ട് അയൺ. റോട്ട് അയണിന് നമുക്ക് വെൽഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതുപോലെയുള്ള ഗേറ്റുകളൊക്കെ ഉണ്ടാക്കാൻ എന്തുപയോഗിക്കുന്നു, റോട്ട് അയൺ ഈസ് യൂസ്ഡ്. ഓക്കെ, ഇറ്റ് ഈസ് മാലിയബിൾ അയൺ, അതായത് അടിച്ചു വരാത്താൻ പറ്റുന്നതാണ്. റോട്ട് അയൺ ഓർ മാലിയബിൾ അയൺ ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് കൊമേഴ്ഷ്യൽ അയൺ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അയണിന്റെ, ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് റോട്ട് അയൺ ഓർ മാലിയബിൾ അയൺ. ഓക്കെ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം കാസ്റ്റ് അയൺ ബൈ ഓക്സിഡൈസിങ് ഇമ്പ്യൂരിറ്റീസ് ഇൻ എ റിവർബറേറ്ററി ഫർണസ് ലൈൻഡ് വിത്ത് ഹാബിറ്റേറ്റ്. അതായത് ഈ കാസ്റ്റ് അയണിനെ എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുക റിവർബറേറ്ററി ഫർണസിൽ. ഒരു പ്രത്യേകതരം ഫർണസ് ആണ്. ആ ഫർണസിന്റെ ഉള്ളിൽ എന്ത് ലൈൻ ചെയ്തിട്ടുണ്ട്, ഹാബിറ്റേറ്റ് ലൈൻ ചെയ്തിട്ടുണ്ട്. ഹാബിറ്റേറ്റ് കൊണ്ട് ലൈനിങ് നടത്തിയ റിവർബറേറ്ററി ഫർണസിൽ കാസ്റ്റ് അയണിനെ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക, ദിസ് ഹാമറ്റൈറ്റ് ഓക്സിഡൈസസ് കാർബൺ ടു കാർബൺ മോണോക്സൈഡ്. അതായത് നമ്മൾ ഈ ലൈൻഡ് വിത്ത് ഹാമറ്റൈറ്റ് എന്നാണ് പറഞ്ഞത് അല്ലെ, ബ്ലാസ്റ്റ്. ഈ റിവർബറേറ്ററി ഫർണസിന്റെ ഉള്ളിൽ ഹാമറ്റൈറ്റ് ഉണ്ട്. ഈ ഹാമറ്റൈറ്റ് എന്ത് ചെയ്യുന്നു, കാർബണിനെ കാർബൺ മോണോക്സൈഡ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഹാമറ്റൈറ്റ് Fe2O3 കാർബണിനെ എന്ത് ചെയ്യുന്നു, കാർബൺ മോണോക്സൈഡ് ആക്കി മാറ്റുന്നു. അങ്ങനെ നമ്മുടെ കാസ്റ്റ് അയണിൽ അടങ്ങിയിട്ടുള്ള പരമാവധി കാർബണിനെ എന്താക്കി മാറ്റി, കാർബൺ മോണോക്സൈഡ് ഗ്യാസായി മാറ്റി. കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ആയതുകൊണ്ട് പുറത്തേക്ക് പൊക്കോളും. അങ്ങനെ പരമാവധി കാർബൺ കുറച്ച ഏറ്റവും ശുദ്ധമായിട്ടുള്ള അയണിന്റെ രൂപമാണ് റോട്ട് അയൺ. റോട്ട് അയൺ ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് കൊമേഴ്ഷ്യൽ അയൺ. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വേഗം പറയാം. കാസ്റ്റ് അയൺ, the molten iron formed in the blast furnace contains 4% carbon and some impurities like sulfur, silicon, phosphorus, manganese, etc. This simple form of iron is called pig iron. Cast iron has a lower carbon content, about 3%, and is hard and brittle. Okay, cast iron is formed by heating pig iron with scrap iron and coke using hot air blast. Okay, purest form of iron is wrought iron. Thank you. Thanks for watching.